ഇതുകൊണ്ട് എവിടേക്കാ? SI സാറിന് കുറച്ച് ചക്ക വേണം, അതിടാനാ. ഓ, തൂങ്ങി നിൽക്കണ ചക്കയോ കിണറ്റി വീണ ചക്കയോ? ഇതുപോലത്തെ നാറിയ പണികൾക്ക് പോരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജോസേട്ടാ. കാശിന് വേണ്ടി വെച്ചാൽ ഞാൻ തരില്ലേ. എന്നിട്ട് കുടിച്ചിട്ട് ഇവിടെ എങ്ങാനും കിടന്നോളണം. ഇങ്ങോട്ട് താ. വീട്ടില് വെള്ളം കോരണ കയറുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശവത്തിന് ഇറക്കണ്ട കേട്ടാ. ഒരു ചുക്ക് സമ്മതിക്കരുത്. എന്താടാ പെണ്ണായിട്ടൊരു പിടിമലിയും? ഒന്നുമില്ല സാറേ, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ചിലപ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ചെറിയ പിപ്പിടി കാണിക്കേണ്ടി വരും. അത് നീ പറഞ്ഞ ന്യായം. പക്ഷെ കയ്യാങ്കളി കാര്യമായ പിന്നെ കേസും വകുപ്പും വേറെയാണ്. ഗോതമ്പ് കൊണ്ട് നിന്ന് അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായടാ? ഓ മനസ്സിലായി സാർ. എന്നാ കേറ്. ആ പോവാ. ഒന്ന് വണ്ടി എടുത്ത് സാറേ. സാറേ ചത്തേനെ തൂക്കി ഇറക്കാൻ ചാക്ക് വേണം. അത് പോണ വഴിയുള്ള ഏതെങ്കിലും കവലിന്ന് വാങ്ങാടാ. സാറേ അവിടെയൊക്കെ വലച്ചാക്കേ കിട്ടുള്ളൂ, പൊട്ടി പോവും. നമുക്ക് നല്ല കട്ടിയുള്ള ചാക്ക് വേണം. അതിപ്പോ എവിടെ കിട്ടാ? അതിപ്പോ നമ്മളെ ഷാപ്പിൽ കിട്ടും, നല്ല കിണ്ണം കാച്ചി ചാക്ക്. അത് ശരി, അതെപ്പോടെ നിർത്താൻ പറഞ്ഞല്ലേ? ചുരുക്കം പറഞ്ഞാ നിനക്ക് നടന്ന് പഠിക്കണം. നിനക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് നല്ല പട്ടമാരായിട്ട് വന്നിണ്ടാ? സാറേ ഈ രണ്ടെണ്ണം അടിക്കാണ്ട് ഈ പണിയൊക്കെ എങ്ങനെ ചെയ്യും സാറേ? എന്നാ വേഗം പോയിട്ട് വാടാ. നേരത്തെ തൂറാൻ പോയാലേ കുറെ നേരം എടുക്കരുത്. വേഗം വരണം. ഒരു 10 രൂപ കിട്ടിയ സാർ. നിനക്ക് ചാരായം കുടിക്കാൻ പോലീസുകാർ പൈസ തരുന്ന സാറ് കേട്ടില്ലേ? അവന് പൈസ കൊടുക്കണമെന്ന്. എന്തുട്ടിന് സാറേ? കയ്യിൽ 5 കാശില്ല, അവിടെ കടവും തരില്ല. കൊണ്ടുപോകുന്ന ആശം 10 രൂപ പോയി. നടക്ക 3 ദിവസം ചവ ഏത് പേടി തൊണ്ടനും പറ്റും. ജീവിക്കാനാ ധൈര്യം വേണ്ട. സാറേ ഇറക്കട്ടെ? ഇറക്കിക്കോ. ഇതിപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ലേ? എല്ലാം കൂടി തൂത്തുവരെ എടുക്കേണ്ടിരുന്ന തോന്നണേ. ഇവനിത് എന്തും മാങ്ങത്തിലേക്ക് കാണിച്ചേ. എല്ലാരും കൂടെ മാറ്റി മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? ഓ, ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനും ഇവനെ കാണണ്ട, ചത്തു കഴിഞ്ഞപ്പോ കൂടിയിരിക്കുന്നു. എന്തിട്ടു മനുഷ്യരാ? മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? എപ്പോഴേക്കായി മുമ്പോട്ട് പോണേ? എന്ത് കാണാനും മുമ്പോട്ട് പോണേ? അത് ഡെഡ് ബോഡി, അതിന്റെ അടുത്തേക്ക് പോകണ്ട. എന്തിട്ടും ശബ്ദമാണോ വണ്ടിക്ക്? ഇക്കണെങ്കിൽ ശവയിട്ട് ഓടുമല്ലോ. ശവണ്ടി പോട്ടെ. സാറേ എന്താടാ? എനിക്കൊന്നും തന്നില്ല. ഞാനൊരെണ്ണം തന്നാ മതിയാ? തമാശകളല്ലേ സാറേ? തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞ. അത് സാർ വേറെ കൊണ്ട് കൊടുക്ക്. ഞാൻ ചെയ്ത പണിക്കുള്ള വല്ലതും കാട്ടു സാർ. നേരത്തെ എനിക്ക് പൈസ തന്നല്ലടാ. ഓ അതൊന്നും പോരാ. അവന് കിട്ടിയതൊന്നും പോരാ. സാറിനോടൊന്ന് ചോദിക്കട്ടെ സാറേ, ആ ജോസിന് പിന്നെ പൈസ വേണമെന്ന് പറയണേ. നേരത്തെ 10 രൂപ കൊടുത്തല്ലോ, അതൊക്കെ മതി. അത് പോരാന്ന് പറയണ സാറേ. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചാ വരില്ല. ഇങ്ങനത്തെ പണികൾക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടല്ലേ സാറേ? അവനോട് വരാൻ പറഞ്ഞേ. സാറ് വിളിക്കണം. അല്ലെങ്കിൽ സാറ് പിടിച്ചകത്തിട്ട് കിട്ടാ. ജോസേ, ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലടാ. ഇതിനൊക്കെ ഇങ്ങനെ കണക്ക് പറഞ്ഞ് കാശ് പിടിച്ചാ എങ്ങനെയാടാ ശരിയാവുക? സാറേ ഇതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ നമ്മളെ ഷാപ്പിലെ ശേഖരേട്ടന് മനസ്സിലാവില്ല. എടാ ഇതൊന്നും ഡിപ്പാർട്ട്മെന്റ് കിട്ടില്ല, എന്റെ പോക്കറ്റിൽ നിന്നാ പോണേ. മനസ്സിലായ? ഇവനൊരു മുള്ളും കേട്ടല്ലേ? അവന്റെ ഒരു ധൈര്യം നോക്കിയാ. നീ നേരത്തെ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ? ആ പൈസ ഉണ്ടെന്ന് സാറേ SI സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലേ സാറേ? നിന്നെ കയ്യിൽ കിട്ടും. സാറേ എമ്മാര് പോണായിട്ടില്ലേ? നീയും പടാവട്ടാ.
അമ്മേ എന്റെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞോ? എന്നാ കഴിക്കാവോ? വേഗം ആക്കാം. ഡാ ഞാൻ ചോദിച്ച കാര്യം എന്തായി? അതെല്ലാരോട് വരാൻ പറയട്ടെ. ഓ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ഇപ്പൊ തന്നെ നോക്കി വെച്ചാ നീ പേശിക്ക് തിരിച്ചു പോണതിന്റെ മുമ്പ് നിന്റെ കല്യാണം നടത്താം. അതുകൊണ്ടാ. അതിന് ആരാണ് ഇപ്പൊ പേർഷിക്ക് പോണേ? അമ്മയാ? അമ്മ ഇതേ അവൻ തിരിച്ച് പേർഷിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട് പണി എങ്ങനെ മുഴുവനാക്ക? അമ്മയുടെ ഒരു ഒറ്റ വാക്കും കേട്ടാ ഉള്ള കൂര ഞാൻ പൊളിച്ചു കളഞ്ഞ്. അത് മുഴുവനാക്കാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും, ഉറപ്പാ. അവൻ തിരിച്ചു പോണില്ല എന്ന് പറയണേന് ഞാൻ എന്ത് ചെയ്യാനാ മായേ? അവൻ ഇവിടെ നിന്നാ പറ്റില്ല എന്ന് അമ്മ തീർത്തു പറയാ. കുറച്ചു കാലോട് അവനവിടെ നിൽക്കട്ടെ, എന്നാലേ ഇവളുടെ വീട് പണിയും എന്റെ ചേട്ടന്റെ ജീപ്പ് ഓടിക്കലൊക്കെ നടക്കുള്ളൂ. അത് കഴിഞ്ഞ് അവൻ പോവുക വരിക എന്താ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു നോക്കാം. പറയല്ല, ചെയ്യിപ്പിക്കണം. അമ്മ പണ്ടെങ്ങനെ സീതയുടെ കാര്യത്തിൽ ചെയ്യിപ്പിച്ചേ അതുപോലെ അതന്നെ നോക്കട്ടെ. ഇനിയിപ്പൊ അവൻ പഴയ പോലെ ആ സീതയായിട്ട് വല്ല ചുറ്റിക്കളി തുടങ്ങിയോ എന്റെ ദേവിയെ? നീ പോയിട്ട് വാടാ. പുള്ളി മിക്കവാറും അടിച്ച് സെറ്റായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയും പുള്ളി വിളിച്ചിട്ടോ. എടാ നീയും കൂടി വാന്ന്, അയാളുടെ ഒരു ജാതി സ്വഭാവാ. ഞാൻ ഷാപ്പിലേക്ക് വന്നാൽ ശരിയാവില്ലടാ. സാധനം കണ്ടാൽ രണ്ടെണ്ണം അടിക്കും. അടിച്ചിട്ട് മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ അത് അരവിന്ദേട്ടും മനസ്സിലാവും. അതല്ലമ്പാ, നീ പോയി വിളിച്ചിട്ടോടാ. ഞാൻ പോയി നോക്കാം. അയാളുടെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കേണ്ടി വരും. എന്നാലും അവന് വല്ല പ്രാന്തുണ്ടായി പോയി തൂങ്ങാൻ. ഇതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായേ? ഇവന്റെ ഭാര്യ ആ രാഘവന്റെ ഒപ്പം കളർ പണിക്ക് പോണ്ട്. അങ്ങനെ പോയി പിന്നെ അവർ ഒരുമിച്ചായി ഇരിപ്പും പിന്നെ കെടുപ്പും. ഇവനൊന്നും അടിച്ച് വെളിവില്ലാണ്ടല്ലോ വീട്ടിൽ കയറിച്ചല്ല. ഒരു ദിവസം അവൻ നേരത്തെ വീട്ടിൽ കയറി ചെന്നപ്പോ ദേ കെടുക്കണ രാഘവനും അവളും തുണിയില്ലാണ്ട് കട്ടിലും പിന്നെ അടിയായി പിടിയായി. ഒടുക്ക നാട്ടുകാർ കൂടിയപ്പോ അവള് പറഞ്ഞു ഞാൻ ഇനി രാഘവന്റെ കൂടെ ജീവിക്കണേന്ന്. പിന്നെ അവൻ എന്തിട്ട് ചെയ്യാ, കേറി ഇങ്ങോട്ട് തൂങ്ങി. പെണ്ണല്ലേ വർഗം, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. പാവങ്ങളെ പോലെ ഇരിക്കുന്ന ഇവളുമാരെല്ലാം തരം കിട്ടിയ തനി നിറം പുറത്തെടുക്കും. അത് നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്തുട്ട മോലുള്ളത്. നമ്മളില്ലാത്ത നേരത്ത് ഇവളുമാര് വല്ലവരും വിളിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാ? അല്ലടേ ജോസേ? മനസ്സുകൊണ്ട് ഒരാണിനെ സ്നേഹിച്ച ഒരു പെണ്ണും കുറച്ച് നേരത്തെ സുഖത്തിനു വേണ്ടി വേറെ ഒരുത്തിനെയും കയറ്റി കിടത്തില്ല. അങ്ങനെ കിടത്തിയ അവള് പിന്നെ വെറും വേശ്യയാ. ചില്ലറ കാശിന് വേണ്ടി മണിക്കൂർ തയ്ച്ചു കിടക്കുന്ന വേശ്യയാ. ജോസേ, നീ ആ വരമ്പത്തൂടെ നോക്കി പോട്ടാ. തലയും കുത്തി പലയിടത്തും വീഴണ്ട. ജോസേട്ടാ ഒന്ന് വേഗം വാ ജോസേട്ടാ. അവിടെ എല്ലാരും കാത്തിരിക്ക. വിളിച്ചപ്പോ വന്നടാ. നല്ല ഫിറ്റാ. ജോസേട്ടാ, ക്ലബിലേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു മനോഹരേട്ടൻ. എന്താ അവിടെ വല്ല പെരിച്ചായി ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ടാ? അതൊന്നുമില്ല ജോസേട്ടാ, നമുക്ക് ആ പുലിക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ, അതിനു വേണ്ടിട്ടാ. അതിനെന്തിനാണ് ഈ ജോസ്? അത് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ. അതെന്ത് വർത്താനോ ജോസേട്ടാ? പുലി ജോസ് ഇല്ലാണ്ട് പുലിക്കളി അല്ലടാ. ജോസ് ഉണ്ടായിട്ടാണടാ തൃശ്ശൂർ പുലിക്കളിയൊക്കെ നടക്കുന്നത്. ജോസിനെ പോലെ പുലിയോള് വരും പോവും, അത്രയേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെയാണ് ജോസേട്ടാ. പക്ഷെ ആവന്നൊന്നും പുലിയോളല്ലോ, വെറും കഴുത പുലിയോളല്ലേ. പുലി എന്നൊക്കെ പറഞ്ഞാ അത് ജോസേട്ടനല്ലേ? ജോസേട്ടാ വീടിയൊക്കെ നമുക്ക് പിന്നെ കത്തിക്കാം. നമുക്ക് പോവാ, വാ. നീ വേണ്ടിയിരുന്നേ. ജോസേട്ടൻ കേറിയേ. ജോസേട്ടൻ കേറ് ജോസേട്ടാ. ജോസേട്ടാ കേറ്. ജോസേട്ടാ അപ്പൊ നമ്മ പോവല്ലേ? കേറിക്കോ. ജോസേട്ടാ പിടിച്ചിരുന്നിട്ടാ. അവൻ ഏത് ജോസും പുലിവേഷം കെട്ടാൻ സമ്മതിച്ചില്ല. അവനില്ലാണ്ട് തന്നെ പുലിക്കളി നടത്തണം, അതങ്ങനെ ഉറപ്പിക്കേ. അതന്നെ മനോരേട്ടാ, നമുക്ക് ടൗണിൽ നിന്ന് പുലികളെ ഇറക്കാം. ആ പുലികളെ കണ്ട് ജോസിന് ഞെട്ടി അറ്റാക്ക് വന്ന് മരിക്കണം. അല്ലേ ആർക്കൊരു ഗുണമില്ലാണ്ട് കുടിച്ചു മറിഞ്ഞടക്കണ അവൻ എത്ര വലിയ ഡിമാൻഡാ? പോടാ പുല്ലെന്ന് പറയും മനോഹര. എന്റെ മനോഹര, നീ അയാളെ വിട്ടേക്ക്. കൊല്ലങ്ങൾക്ക് മുമ്പ് നീ കണ്ട ജോസ് അല്ലപ്പ അയാള്.
ജോസ് ഇപ്പം ആകെ മാറി, ഒപ്പം നാടും മാറി, നാട്ടുകാരും മാറി. ജോസിനെ പോലെ ഒരാളെ സഹിക്കാനും സഹകരിപ്പിക്കാനും ഇവിടെ ഒരാൾക്കും താല്പര്യമില്ല. പിന്നെ എന്തിനാടാ? എൻ്റെ അരവിന്ദേട്ടാ, മാറിയത് നമ്മളല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളാ. ജോസേന്റെ സ്വഭാവം മാറിയുണ്ടാവും, പക്ഷെ അങ്ങേരുള്ള കലാകാരൻ മാറില്ല. ജോസേട്ടനെ കൊണ്ടുണ്ട്. കൊടിയൻ ജോസ് വരണ്ടല്ലോ. കാര്യങ്ങൾ ടപ്പടപ്പേന്നായിക്കോട്ടെ. വന്നു. ഇയാളുടെ വേഷം കെട്ടുന്ന ഈ മനോഹരൻ എന്താ അത്ര നിർബന്ധം? കാശിറക്കണവർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. ഉള്ള ആഗ്രഹങ്ങൾക്ക് തീർക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് കെട്ടി വന്നേക്കല്ലോ ഇപ്പൊ. അതൊന്നല്ല, കയ്യിൽ 4 ചിക്കിലുണ്ട്, അത് നാട്ടുകാരെ കാണിക്കണം, അത്ര തന്നെ. ജോസേട്ടൻ കിടന്നോ? എന്ത് സംസാരിച്ച് അലമ്പാക്കും. ഇതെന്തുട്ടികളെ കാണിക്കണേ? കസേര കളിയാ കണ്ടില്ലേ? എന്താ മനോഹര, നീ എന്തിനാ ഈ സഭയിലേക്ക് എന്നെ വിളിപ്പിച്ചത്? അല്ല ജോസേട്ടാ, നമുക്ക് ആ പുലികളിയുടെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കണ്ടേ? അപ്പം എങ്ങനെയാ ജോസേ കാര്യങ്ങൾ? നമുക്ക് ഈ കൊല്ലം പുലികളി ഇറക്കല്ലേ? അയക്കോ. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? അതെന്ത് വർത്താനാ പറയണേ? പുലി ജോസ് ഇല്ലാണ്ട് എന്ത് പുലിക്കളി? ജോസേട്ടാ, ഞങ്ങൾ ആദ്യമായിട്ട് പുലിവേഷം കെട്ടണത് ജോസേട്ടൻ്റെ കൂടെയാണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിന്റെയൊക്കെ ആഗ്രഹത്തിന് വേഷം കെട്ടാനേ ജോസിനെ കിട്ടൂല. ജോസിന് തോന്നണം പുലി കെട്ടണമെങ്കിൽ. അറിയാലോ മനോഹര. ജോസേട്ടാ, എല്ലാം ശരിയാണ്. എന്നാലും നമ്മുടെ നാട്ടിലുള്ളവർ വീണ്ടും കാണട്ടെ ജോസേട്ടൻ പുലി കളിക്കണത്. ജോസ് ഒരിക്കൽ എല്ലാം നിർത്തിയതാ. ഇനിയും ജോസിന് വേഷം കെട്ടാനാവില്ല. അതുകൊണ്ട് ഇനി ആരും ജോസിനെ നിർബന്ധിക്കരുത്. അരവിന്ദേട്ടാ, ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. അത് ഇവന് മനസ്സിലാവണില്ലല്ലോ. എന്നെ തിരിച്ചാ ഷാപ്പിൽ കൊണ്ടാക്കടാ. വല്ല കാര്യം പറഞ്ഞല്ലേ വെറുതെ സമയം കളയാനായിട്ട്. ജോസേട്ടാ, നിങ്ങൾ പരിപാടിയുടെ നോട്ടീസ് അടിച്ചു. ജോസേട്ടൻ പുലിവേഷം കെട്ടും, എനിക്ക് ഉറപ്പാ. അപ്പാ, എന്തടാ മിഖായലേ? അപ്പനീ കൊല്ലം പുലിവേഷം കെട്ടപ്പാ. ഒപ്പം ഞാനും കളിക്കാം. അപ്പന്റെ ഒപ്പം പുലിക്കളി. അപ്പം പുളിപ്പുലി ആവുമ്പോ ഞാൻ വരയും പുലി. വേണ്ടടാ മോനെ. പുലിവേഷം കെട്ടണമെങ്കിൽ മേലിലെ രോമം മുഴുവൻ കളഞ്ഞ് പെയിന്റ് അടിക്കണം. അപ്പോൾ മോൻ്റെ മേല് മുഴുവൻ നീറും. വേഷം കെട്ടിയാൽ പിന്നെ മര്യാദയ്ക്ക് തിന്നാനും കുടിക്കാനും പറ്റില്ലടാ. ചാടി ചാടി കാല് മുഴുവൻ നീര് വരും. കളി കഴിഞ്ഞ് മേലെ പെയിന്റ് കളയുമ്പോൾ ശരീരത്തിലെ തൊലിയും കൂടെ പോവടാ. എൻ്റെ മോൻ അതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പം പുലിയാവുണ്ടല്ലോ, അപ്പൊ അപ്പന് വേനെടുക്കില്ലേ? എനിക്കതൊന്നും വേനെടുക്കില്ലടാ. പക്ഷേ നീ പോയപ്പോൾ നിന്നെ കാണാണ്ട് ഈ അപ്പനെ നെഞ്ചു പൊട്ടണ വേനയാടാ മോനെ മിഖായലേ.